എന്താ പറയാ, വില്യപ്പള്ളി ഫുള്ളും പറപ്പിച്ച് കിടക്കുന്ന ആളാണ്. അത് കണ്ടിട്ടാണ് കപ്പൂനോട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ഓർമ്മ മാമില പറഞ്ഞിരിക്കുന്നല്ലോ ടോവിനോട്ടുണ്ട്, അതാ പറഞ്ഞത്. എന്തൊക്കെയാ നടക്കുന്നത് ഈ കൊച്ചുകൾ? ഡെയിലി ഇതൊന്നും യൂട്യൂബിലുണ്ടല്ലേ, ശരിക്കുള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്നെ. എല്ലാവരും കൂടി പുറത്തു പോകാറിയെന്ന് വിചാരിച്ചപ്പോ തല്ലതാ മഴ, നല്ല മഴ. എങ്ങനെ പോവൂടാ സനുവിനി? അതെ, സനിക്കുട്ടൻ പറഞ്ഞ പോലെ മഴയായാലും എന്തായാലും ആ സൈഡിൽ കൂടെ അങ്ങ് പൊയ്ക്കോണം. ശരി, നമ്മൾ എവിടെ പോകുന്നു? ശംഖുമുഖം വിട്ടൊരു കളിയില്ല. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ചിരിക്കണേന്ന് വെച്ചാൽ, കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കൂടി നമ്മൾ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ശംഖുമുഖം പോയതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇന്ന് പോകുന്നതുകൊണ്ട് എപ്പോഴും അവിടെ തന്നെയാണല്ലോ പോകണമെന്ന് ആലോചിച്ച് ചിരിച്ചതാണ്. പക്ഷെ സനുക്കുട്ടൻ ബീച്ചിലൊക്കെ പോയി കളിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കുമ്പോൾ അവൻ ഹാപ്പി ആൻഡ് സെറ്റാവുമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പോകുന്നത്. പിന്നെ ചേച്ചി ഈ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടില്ല, അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അവിടെ എന്താ പറയാ, വില്യപ്പള്ളി ഫുള്ളും പറപ്പിച്ച് കിടക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ സനുക്കുട്ടൻ നല്ല ഹാപ്പിയായിട്ട് തുള്ളിച്ചാടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതമ്മ നമ്മൾ പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അമ്മ വരാത്ത എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ നിർബന്ധിച്ചാലും അമ്മ ഇങ്ങനെ നമ്മളോട് ചെറുതായിട്ട് പരിഭവം കാണിക്കും, ആ ഒരു ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് അമ്മയെ കൊണ്ടുപോകും. അതായത് അമ്മയ്ക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളൊക്കെ ചൂസ് ചെയ്ത് അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ പുറത്തു പോവാറുണ്ട്. ഈ പ്രാവശ്യം ഏത് പാട്ടാണ് പാടുന്നത്? ദർശന കഴിഞ്ഞ് അടുത്ത് അവതരിപ്പിക്കുന്ന ഈ കഥ എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവന്റെ മാസ്റ്റർ പീസ് ഒരു ദർശന സോങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കാം. പിന്നീട് മഴ തോരുന്ന ഒരു ലക്ഷണവും കാണുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് മഴ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന അല്ലാണ്ട് കുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് അപ്പൊ ഇതൊക്കെയാണ് മഴക്കാലത്ത് നമ്മുടെ റോഡിന്റെയൊക്കെ ഒരു അവസ്ഥ. നാഷണൽ ഹൈവേ ആണേ. പിന്നെ ബുക്ക് വരും, ബുക്കെല്ലാം റെഡിയാക്കണം. യൂണിഫോം വരും, യൂണിഫോം എല്ലാം റെഡിയാക്കണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഉണ്ടാവും. പക്ഷെ സ്ഥിരം അങ്ങനെ ഡെയിലി പോണമെന്നില്ല. ഇതൊന്നും യൂട്യൂബിലിടണേ, അപ്പൊ ശരിക്കുള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്നെ. അപ്പോൾ ചേച്ചി വന്നിട്ട് അവിടുത്തെ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ആദ്യം ഒന്ന് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അങ്ങ് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. 31 സ്കൂൾ പൂട്ടിയാല് ജൂൺ 1-ാം തീയതി പോയാൽ മതി. ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം ആര് ചെയ്യുന്നതാ? ഒരു കുട്ടി സ്കൂൾ തുറക്കുമ്പോ അപ്പാട് വന്നിരുന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടിക്ക് പ്രൊമോട്ട് ചെയ്യണ്ടേ, കുട്ടിക്ക് അഡ്മിഷൻ എടുക്കണ്ടേ, കുട്ടിക്കുള്ള കാര്യങ്ങൾ നാളത്തെ തലമുറയെ വാർത്തെടുക്കണ്ടേ, നാളത്തെ കാര്യങ്ങള് എല്ലാം ചെയ്യണം. എല്ലാം ഞാളെ വർഷം പുതിയ തുടങ്ങും. ചെറിയ ഉത്തരവാദിത്തം അല്ല സരി, നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന ആൾക്കാരെ അവരൊക്കെ. വെറുതെ അല്ല ഓരോ വീട്ടിൽ പോയി കാല് പിടിക്കലൊന്നും ഞാള് ആദ്യം ഫസ്റ്റ് കാല് പിടിച്ചിരിക്കും 1-2 കൊല്ലം. പിന്നെ കാല് പിടുത്തില്ല, ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നിട്ട് പഠിച്ചിട്ട് അല്ല, കാല് പിടിച്ചിട്ടില്ല. എല്ലാരും ഇങ്ങോട്ട് വരുത്ത ഹെഡ് മിസ്ട്രസ് ആയി. എനിക്ക് എച്ചമായിട്ട് കിട്ടും. അങ്ങനെ ഇനി എത്ര നാളെടുക്കും എച്ചമ്മാവൻ? 6 മാസം അന്ന് ഞാൻ ചെയ്തിട്ട് ഇനിയില്ല. അങ്ങനല്ല, പിന്നെ എച്ചമ്മിന്റെ എന്തായാലും ഉണ്ടാവില്ല. ഇതില് എച്ചമ്മില് 6 മാസം ഞാൻ ചെയ്തു. ഇതൊക്കെ നമ്മൾ വെറുതെ പറയുകയാണെങ്കിലും നമുക്കറിയാം ഒരു അധ്യാപികയുടെ എന്തുമാത്രം ജോലിയാണ്, സ്ട്രെസ്ഫുൾ ആണെന്നൊക്കെ. അന്തുവിന് എന്താ പറയാനുള്ള? എന്തെങ്കിലുമൊക്കെ പറയാനില്ല വീഡിയോയിലും. അപ്പോൾ ഈ ബീച്ചിൽ മഴയത്ത് പോയാലുള്ള ഒരു സീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടു അടിപൊളിയായിട്ടുള്ള ഒരു ഈ മഴവില്ലിനെ കണ്ടായിരുന്നു.
ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ നീ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു തൈറോയ്ഡ് സർജറി ഒരു വേക്കപ്പ് കോള് പോലെയായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അമിതമായി സന്തോഷം കണ്ടെത്തിയിരുന്ന ആളായിരുന്നു. പക്ഷേ ആസ് ഈ ഗ്രോ അപ്പ് ഈ ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് നമ്മുടെ കൺട്രോളിലില്ലാത്ത ഇതൊക്കെ വന്നപ്പോൾ എവിടെയൊക്കെ ലൈഫിൽ ആ ഒരു എന്നെ നഷ്ടപ്പെടുത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തൈറോയ്ഡ് സർജറി കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം ടു ഫൈൻഡ് മൈസെൽഫ് ബാക്ക് ആയിരുന്നു. എനിവേ ഇത് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഫസ്റ്റ് വ്ളോഗ് എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫയൽ എവിടെയാണെന്ന് എത്ര നോക്കിയിട്ടും കണ്ടില്ല. അതാണ് ഇതൊരു ഇൻകംപ്ലീറ്റ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വന്നിട്ട് തൈറോയ്ഡ് സർജറി കഴിഞ്ഞിട്ട് സരൻ്റെ ആങ്ങളെയും പെങ്ങളും പിന്നെ പെങ്ങളിൻ്റെ കുട്ടിയും വന്നതാണ് എന്നെ കാണാനായിട്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു 3 weeks കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പുറത്തു പോകാനൊക്കെ പറ്റും. ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് വന്നിട്ട് അധികം എടുക്കാൻ പാടില്ല. ഒരു 3 to 6 months അത്രയേ ഉള്ളൂ, കൂടുതൽ സ്ട്രെയിൻ ആവാതിരിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. കൊച്ചിക്ക് പോകാൻ അറിയാവോ? എങ്ങനെ, എവിടെയാ സ്ഥലം? ഇത് പിന്നെ കോഴിക്കോട്ടുള്ള സനുക്കുട്ടൻ ഇവിടെ തിരുവനന്തപുരത്ത് ഫുള്ള് കറങ്ങാൻ അവന് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്ന് വീമ്പിളക്കുന്നതാണ്. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റിനും ഇങ്ങനെ നടന്ന് അവിടുത്തെ ആ ഒരു ഫീലും അമ്പലത്തിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ജനിച്ച് വളർന്നതാണെങ്കിലും പക്ഷേ എത്ര കണ്ടാലും ഈ ഒരു പത്മനാഭസ്വാമി ടെമ്പിളായാലും അതിന് ചുറ്റുമുള്ള ബിൽഡിങ്സും അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ഈസ്റ്റ് ഫോർട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു വൈബാണ്. എൻ്റെ അച്ഛൻ്റെ വീട് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ വെക്കേഷനൊക്കെ നമ്മളിങ്ങനെ വരുന്നതും കുട്ടിക്കാലത്തെ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് എനിക്ക് ആ ഒരു പ്ലേസ് ഫുള്ളു എന്ന് പറയാനായിട്ട്. അതുപോലെ ഇവിടുത്തെ പൈങ്കിനി ആറാട്ട് മഹോത്സവം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും വ്ളോഗൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും എനിക്ക് ഇടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് 2024 അപ്പോൾ എനിക്കിതിപ്പോഴേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വ്ളോഗിങ് സ്റ്റോപ്പ് ചെയ്തതെന്നൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു. അപ്പം അതൊക്കെ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇത് പിന്നെ ചേച്ചി വന്നിട്ട് ഈ ഒരു ചുമന്ന, അതായത് കപ്പപ്പഴം, തിരുവനന്തപുരത്ത് നമ്മൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കോഴിക്കോട് കിട്ടാറില്ല, അവിടെ കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഇത് മേടിക്കുന്നത്. എനിക്കറിയില്ല. നല്ല കപ്പ. കപ്പയാ? കപ്പ നമ്മുടെ നാട്ടിലെ കപ്പ മറ്റേതാ കിഴങ്ങിനാണ് നാട്ടിലെ കപ്പ എന്ന് പറയാം. അപ്പോൾ പേരുകളുടെ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ചേച്ചിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് കപ്പ എന്ന് പറയുമ്പോൾ കപ്പപ്പഴം, ശരിക്കും ഇതിൻ്റെ പേര് ചെങ്കതളിയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ അതിന് കപ്പപ്പഴം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. കപ്പ എന്നല്ല നമ്മളിവിടെ പറയുന്നത് കിഴങ്ങിന്, നമ്മളിവിടെ മരിച്ചീനി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് കുറേ, അതായത് ഈ ഒരു തിരുവനന്തപുരം നമ്മുടെ തമിഴ്നാട് സൈഡിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല വാക്കുകളും അവരുടെ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടും പല പുതിയ പഴങ്ങളുടെ പേരും ഞാൻ കേട്ടായിരുന്നു. ബത്തക്ക, ഉറുമാമ്പഴം, അങ്ങനെ കുറേ പുതിയ വേർഡൊക്കെ ഞാൻ, ഖർമൂസ, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഭാഷ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാത്തിനും അതിൻ്റേതായ ഒരു മധുരം ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കോഴിക്കോട്ട് അവർ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട്. ഈ പറയുന്നത് സരിൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് വിക്രമിനെ പോലെ ഇരിക്കുന്നതാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിക്രമാണ് ടൊവിനോനെ പോലെയാണോ? വിക്രമല്ല. അപ്പൊ ആദ്യം വിക്രമിനെ കണ്ടിട്ട് എനക്കാ തോന്നല്ലേ? ഞാൻ ഇന്ന് ശംഖുമുഖത്തുനിന്ന് എന്തെല്ലാം പാടാൻ ഞാൻ വായി തരും. അമ്പീനെ കണ്ടിട്ടാണേ വിക്രമിനെ കണ്ടിട്ട് സരിനെ പോലെ ഇരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ്? അല്ലാതെ നിന്നെ കാണുമ്പോ വിക്രമിനെ പോലെ അല്ല. അടുത്തത് ടൊവിനോ. ഇന്ന് ശംഖുമുഖത്തുനിന്നെല്ലാം ഇന്നെല്ലാം സരിന്റെ വകയാണ്. അപ്പോൾ വിക്രം പോരാഞ്ഞിട്ട് ടൊവിനോനെ പോലെ ഇരിക്കുന്നത് സരിന്റെ വേറൊരു കസിൻ. അതാണ് ഞാനൊരു പാട്ട് വെച്ചാണ്. അവിടെ വിക്രമിന്റെ അമ്പിന്റെ അതിന്റെ അത് കണ്ടിട്ട് എനക്ക് അപ്പൂനോട്ടുണ്ട് എന്ന് പറഞ്ഞു നേരത്തെ എനക്ക് ഓർമ്മ വന്നു. മമില പറഞ്ഞിരിക്കുന്നല്ല ടൊവിനോട്ടുണ്ട്, അതാ പറഞ്ഞ. എന്തൊക്കെയാ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? അല്ല, ഫ്ലൈറ്റിൽ കൂടെ പോകുന്നത്.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സരിൻ ഫ്ലൈറ്റിലാണെന്നാണ് അന്ന് പറയുന്നത്. എന്തായാലും എയറിലാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പം നേരത്തെ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളിവിടെ സ്നാക്സൊക്കെ കുറച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കാണാനാണ്. അപ്പോൾ ഫ്ലൈറ്റ് കണ്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അതായത് ഫ്ലൈറ്റ് കുറച്ച് നമ്മുടെ അടുത്ത് നിന്ന് ലാൻഡ് ചെയ്യുന്ന കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതായത് ശംഖുമുഖത്ത് ഒരു പ്രത്യേക ഒരു സ്പോട്ടാണിത്. പിന്നെ ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇത് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാ വരുന്നു നമ്മുടെ വിമാനം. അങ്ങനെ ഗംഭീരമായ എയർപ്ലെയിൻ ലാൻഡിങ്ങിന് ശേഷം നമ്മൾ പോകുന്നത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ആൾക്കാർ അവിടെ കലമൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പിക്നിക്ക്, അതായത് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ആസ് യൂഷ്വൽ അവിടെ എത്തിയപ്പം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയായിരുന്നു. അപ്പോൾ ഈ ഒരു പാനിപൂരി, ചായ, പഴംപൊരി, പിന്നീട് ഐസ്ക്രീമും നമ്മൾ വാങ്ങി കഴിച്ചു. നിനക്ക് ഏത് ഫ്ലേവറാ വേണ്ടേ? എന്താ? മാംഗോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. പിന്നെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? പിന്നെ സനിക്കുട്ടനാണെങ്കിലും ഈ കളിപ്പാട്ടങ്ങളും ലൈറ്റും ഒക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ തുള്ളി ചാടുമായിരുന്നു. പിന്നെ സനിക്കുട്ടൻ മാത്രമല്ല, ഞങ്ങൾ വലിയവരും ഇതുപോലുള്ള ചെറിയ ഈ പടക്കമൊക്കെ ഇല്ല അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളും കുട്ടിക്കാലമൊക്കെ അഴവറക്കുന്നുണ്ടായിരുന്നു. അപ്പം സനുവിനും അവന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്തു. ഇത് മതിയോ? എടാ അതെ, എടാ പീക്ക് കൊടുക്കാനൊന്നും വേണ്ടേ? ഒരു ബോള്, ഒരു ഇത്. ഈ പിയ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പം അവൾക്ക് കൊടുക്കാനാണ് ഒരു ഹാർട്ട് ഷേപ്പിൽ എന്തോ ഒരു സാധനം അവൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ ഇറങ്ങാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ബീച്ചിലിറങ്ങി കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോവേണ്ട ഒരു അടിപൊളി കുട്ടി ഫാമിലി ട്രിപ്പ് ആൻഡ് കുട്ടി മെമ്മറി ആയിരുന്നു ഇത്. പക്ഷെ ആ ഒരു ട്രിപ്പിൻ്റെ എൻഡിൽ വേറൊന്നായിരുന്നു നമ്മളെ കാത്തു നിന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീനെ ട്രോമാറ്റിക് ആക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഓർക്കാൻ തന്നെ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒരു ഇൻജസ്റ്റിസ് ഒക്കെ നമുക്ക് സംഭവിച്ചപ്പോഴാണ് നമ്മുടെ സിസ്റ്റമൊക്കെ എന്തുമാത്രം ഫ്ലോഡാണെന്ന് മനസ്സിലാവുന്നത്. ശരിക്കും ഇപ്പോഴും 1 year ആയി, അതിൻ്റെ ഒരു അപ്ഡേറ്റും ഇപ്പോഴും ഇല്ല. സോ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് സ്റ്റിൽ ആൻ അൺപ്ലസൻറ്റ് മെമ്മറി. ഭയങ്കര ട്രോമാറ്റിക് ആണ്, എസ്പെഷ്യലി ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് സീരിയസ്ലി ഇറ്റ്സ് നോട്ട് കൂൾ. ഇറ്റ് ക്യാൻ കിൽ സംവൺ, ഇറ്റ് ക്യാൻ കിൽ സംബഡീസ് ഹാപ്പി ഡേ ഓർ പ്ലസൻറ്റ് മെമ്മറീസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്നിന് പുറകെയായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവൻ തോ ഞാൻ ഇതെല്ലാം ബോൾഡായിട്ട് ഫേസ് ചെയ്യും, അതിനെല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഓക്കെ ഞാനൊന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ അടുത്തത് വരുന്നു സർജറി. അതൊന്ന് കഴിഞ്ഞ് ഒന്ന് ബ്രീത്ത് ചെയ്തപ്പോൾ ഈ ഒരു സംഭവം. കാരണം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, നമുക്ക് ഇൻജസ്റ്റിസ് നടന്നെങ്കിലും നമ്മളൊരു പ്രതിനെ പോലെ അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും വിവരിക്കുക, പരാതി കൊടുക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളും അതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. എസ്പെഷ്യലി ഞാനൊരു ഹീലായ ഒരു അവസ്ഥയിലല്ലായിരുന്നു ആ ഒരു സമയത്ത്, ഇമോഷണലി ഓർ മെൻ്റലി ആയിട്ട്. അപ്പം ഐ നീഡ് ടു ബ്രീത്ത്. ശരിക്കും എനിക്കിതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും നാട് വിട്ട് തന്നെ പോകണം എന്ന് തോന്നിപ്പോയൊരവസ്ഥയായിരുന്നു ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യലി റിസ്കി ആയിട്ട് ഈ ഒരു ആക്സിഡൻറ്റും കൂടെ നടന്നപ്പോൾ ഇൻഷുറൻസ് ഒന്നും കവറായില്ല. അപ്പോൾ അങ്ങനെയും കുറേ ഫൈനാൻഷ്യൽ ലോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നിട്ട് കൂടി അത്രയും റിസ്കി ആയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോമാറ്റിക് ഇൻസിഡൻസ് നടന്നില്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും എന്താണ് നടന്നതെന്നൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായ കാര്യം. സംടൈംസ് വി ഹാവ് ടു ടേക്ക് സച്ച് റിസ്കി ഡിസിഷൻസ്. ശരിക്കും എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു, ഈവൻ ഹസ്ബൻഡ് പോലും. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ വെരി റിസ്കി ഡിസിഷൻ. കാരണം ഒരു കാൽക്കുലേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയാൽ മൊത്തത്തിൽ ഒരു റിസ്കി സിറ്റുവേഷനിൽ എത്തുമായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ സിറ്റുവേഷൻ കണ്ടിട്ട് ഇവഞ്ച്വലി സരനും എന്നെ സപ്പോർട്ട് ചെയ്തു ടു ഫേസ് ദ ചാലഞ്ചസ് ടുഗെദർ.
അപ്പോൾ ടച്ച് വുഡ് ഇറ്റ്സ് ബീൻ ആൻ ഇയർ ഒരു റോളർ കോസ്റ്റർ ജേർണി പോലെ എങ്ങനെയൊക്കെയോ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്ഡ് മൊമെൻറ്റിൽ നമ്മൾ എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇതിങ്ങനെ തന്നെ അങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന വ്ളോഗ്സൊക്കെ 2025 വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ലൈഫ് ഷോർട്സ് ബൈ വിന്നി.